ബിന്ദു കൃഷ്ണയോട് ഒരു കോൺഗ്രസ്സുകാരൻ ചെയ്ത പ്രവർത്തനത്തെക്കുറിച്ച് അവർ തുറന്നു പറയുന്നുണ്ട്. അതായത് അവർ ഒരു പൊതു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ മൊബൈൽ സൂം ചെയ്തു. പക്ഷെ ആ സൂമിൽ എന്റെ മുഖമില്ലത്ര. അത് ഏത് കോൺഗ്രസ്സുകാരനാണെന്ന് അറിയാൻ നാട്ടുകാർക്ക് ആഗ്രഹമുണ്ട്. എന്തായാലും ബിന്ദു കൃഷ്ണ മന്ത്രിയുടെ അടുത്ത് സൂമുമായിട്ട് പോയ ആ കഥ നിങ്ങളൊന്ന് കേട്ടെ. ഒരു എക്സാമ്പിൾ പറയട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം എന്നാണ് നമ്മുടെ ജൂലൈ 6-ാം തീയതി ആയിരുന്നു ഹയർ സെക്കൻഡറി പ്രവേശനോത്സവം. ഞാൻ ഒരുപാട് സ്കൂളിൽ, എൻ്റെ മണ്ഡലത്തിൽ ഒരുപാട് സ്കൂളിൽ ഒരു സ്കൂളിൽ പോയപ്പം ഞാനൊന്നും അറിയുന്നില്ല. അവിടെ ഇരിക്കുന്ന ഒരാൾ, പിന്നെ ആളിനൊന്നും പറയുന്നില്ല, ഒരാൾ ഫോട്ടോ എടുത്തു. അപ്പോൾ തൊട്ട് ബാക്കിക്കുന്ന ആൾ കാണുന്നത് എൻ്റെ മുഖം സൂം ചെയ്യുന്നില്ല, ബോഡിയാണ് സൂം ചെയ്യുന്നത്. അപ്പം തന്നെ പിന്നെ അടുത്ത് നിന്ന ആൾ പറഞ്ഞ് അതങ്ങ് മാറ്റി. പക്ഷെ എങ്കിലും സൂം ചെയ്ത് പ്രശ്നമാക്കണമെന്ന് ആ കണ്ട ആൾ വിചാരിച്ചെങ്കിലും പിന്നെ കുഴപ്പമില്ലെന്ന് വെച്ചാൽ കണ്ട് പറഞ്ഞതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ആൾ പോസ്റ്റ് ചെയ്തതിനകത്ത് ഈ ബോഡിയുണ്ട്, ബോഡി പാർട്ടുണ്ട്. ഏതൊരു മനുഷ്യൻ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ മുഖമില്ലാതെ ബോഡി ഉണ്ട്. അപ്പം മിനിസ്റ്ററായ എൻ്റെ ഫോട്ടോ അങ്ങനെ പിന്നെ അത് വലിയ വിഷയമാക്കി അയാൾ ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്തെങ്കിലും ആളുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ബന്ധപ്പെട്ട മാനേജ്മെൻറ്റിനെയൊക്കെ അറിയിച്ചു, അത് വിഷയമാക്കി. അപ്പം ഞാനവിടെ ചോദിക്കും, ഒരു മിനിസ്റ്ററായ, സംസ്ഥാനത്തെ ഒരു മന്ത്രിയായ എൻ്റെ ബോഡി അങ്ങനെ ഫോട്ടോ എടുക്കാൻ പബ്ലിക് പ്ലേസിൽ ധൈര്യമുള്ളവർ പഠിക്കുന്ന സ്കൂളിലെ കുഞ്ഞുങ്ങളോട് എങ്ങനെയായിരിക്കും? അത് ആളുകളോട് എങ്ങനെ, അധ്യാപകരോട് എങ്ങനെ? അതികർശനം. സാധാരണ ആരും ഉപദ്രവിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളല്ല ഞാൻ, പക്ഷെ അതികർശനം അതോടെ എടുക്കണമെന്ന് പറഞ്ഞു. മുമ്പ് രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ള ചിലരൊക്കെ കോൺഗ്രസിലെ ചില നേതാക്കന്മാരുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ വർണ്ണിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേ മനോഭാവത്തിലുള്ള ഏതോ ഒരു വ്യക്തിയാണ് ബിന്ദു കൃഷ്ണ എന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് നോക്കുമ്പോൾ 10-60 വയസ്സിനടുപ്പിച്ചായ ഒരു സ്ത്രീയാണ്. അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് കോൺഗ്രസിന്റെ ഒരു പൊതുപരിപാടിയിൽ നേരത്തെ തന്നെ പത്മജ വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ സാരി ചുറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് അവർ അവരുടെ അനുഭവം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബിന്ദു കൃഷ്ണയ്ക്ക് പൊതുവേദിയിൽ ചെല്ലുമ്പോൾ കോൺഗ്രസിലെ ചില സൂം വിദഗ്ധരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, പഴയ രാജ്മോഹൻ ഉണ്ണിത്താന്റെ വാക്കുകൾ കൃത്യമാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു കൊടും പാതകം ചെയ്യൂ? 10-60 വയസ്സുള്ള ഒരു സ്ത്രീയെ സൂം ചെയ്ത് അവരുടെ തലയില്ലാത്ത രീതിയിൽ ബോഡിയെ സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം ശോകം പിടിച്ച മനസ്സാണ് അവന്റെ എന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നാമത് ഒരു മന്ത്രിയാണ്, പോരാത്തതിന് ഏജ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയുമാണ്. അവരോട് പോലും ഒരു മൊബൈൽ എടുത്തു വെച്ച് ഇങ്ങനെ സൂം ചെയ്യുന്ന പ്രവൃത്തി കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസുകാർക്ക് വിദഗ്ധ ചികിത്സ കൂടിയേ തീരൂ. ഒരു തരം മാങ്ങാണ്ടി രോഗം പല നേതാക്കന്മാർക്കുണ്ട്, അത് ബിന്ദു കൃഷ്ണയോട് വരെ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവനൊക്കെ എന്തൊരു ദാരിദ്ര്യവാസികളാണ് നാട്ടുകാർക്ക് തോന്നിപ്പോവുകയാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ മുമ്പ് പറയാറുണ്ട്, കമ്പിൽ സാരി ചുറ്റി കാണിച്ചാൽ പോലും അതിന്റെ പിന്നാലെ പോകുന്ന മനുഷ്യരുണ്ടെന്ന്. ആ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ശരിയാണെന്ന് ചില കോൺഗ്രസ് നേതാക്കന്മാർ തെളിയിക്കുന്നുണ്ടെന്ന് ബിന്ദു കൃഷ്ണയുടെ വാക്കുകൾ സൂചിപ്പിക്കുകയാണ്.